താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഈ കഴിഞ്ഞ രാത്രി ഇന്ന് നിങ്ങളോട് എന്ത് പറയണം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്നത് എന്ന് മുന്നമേ അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട് എന്നെ കേൾക്കുന്ന ചിലരോട് പറയുവാൻ പറഞ്ഞൊരു കാര്യം. ആ ചിലർ ഇവരാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഒരു പൈശാചിക സ്വാധീനത്തിനകത്തായിരിക്കുന്നു. മീൻസ് നിങ്ങൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷകളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിശാലതയുടെ അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് മീൻസ് നിങ്ങളുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. മറ്റൊരു വഴിയിലേക്ക് സന്തോഷം പ്രതീക്ഷിക്കുന്നു, ദുഃഖത്തിൻ്റെതായ അനുഭവത്തിലേക്ക് പോകുന്നു. ഒരു വിശാലത പ്രതീക്ഷിക്കുന്നു, ഞെരുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുന്നതല്ല, അവിടേക്ക് ആരോ ഫോഴ്സ്ഫുള്ളി ലീഡ് ചെയ്യുന്നുണ്ട്. ആണേ, നിർബന്ധമായിട്ട് ആരോ തള്ളിക്കൊണ്ടു പോകുന്ന ഒരു അനുഭവം. അതാ പറഞ്ഞ ആ പൈശാചികമായ സ്വാധീനം. അവിധത്തിൽ പൈശാചികമായ സ്വാധീനത്തിലായിരിക്കുന്ന ചിലർ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു വലിയ ദൈവപ്രവൃത്തി. ഇത് തിരിച്ചറിയുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. തിരിച്ചറിയാത്തവർ ശ്രദ്ധയോടെ ഒപ്പം വന്നാട്ടെ, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എവിടെ ആയിരിക്കുന്നു, എങ്ങനെ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. അപ്പോൾ അങ്ങനെ പ്രതീക്ഷയോടെ ആയിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഇന്ന് ആ പൈശാചിക സ്വാധീനത്തെ തകർക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വെളിപ്പെടുവാൻ പോകുക. അതൊരു പക്ഷേ നിങ്ങളിലായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലായിരിക്കാം, നിങ്ങളുടെ ഭവനത്തിനകത്തായിരിക്കാം, നിങ്ങളുടെ തൊഴിലിടത്തിലായിരിക്കാം, നിങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ, എവിടെയോ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി മറ്റൊരു സ്ഥാനത്തേക്ക് ലീഡ് ചെയ്യുന്ന, എവിടെയാണോ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ആഗ്രഹിക്കാത്ത സ്ഥാനത്തേക്ക് ലീഡ് ചെയ്യപ്പെടുന്നത്, അവിടെ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടും. ആ പൈശാചിക സ്വാധീനം, ആ പൈശാചിക മണ്ഡലം തകർക്കപ്പെടും. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആ ലക്ഷ്യങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് നിങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്ന ആ പൈശാചികമായ സ്വാധീനം, ആ പൈശാചികമായ ശക്തി ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ഇന്ന് തകർക്കപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് വരിക. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. താങ്ക് ഗോഡ്. ചില വ്യക്തികളുടെ ശരീരത്തിൽ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുക. യേശുവിൻ നാമത്തിൽ ദൈവശക്തി വ്യാപരിക്കുക. താങ്ക് യു ലോർഡ്. സ്തോത്രം. ചില സ്വാധീനങ്ങളിൽ നിന്ന് ചില വ്യക്തികൾ പുറത്തു വരിക. അടയാളത്തോടെ ചില വ്യക്തികൾ പുറത്തു വരിക. സ്തോത്രം. ആമേൻ. അവർക്കത് തിരിച്ചറിയുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി വളരെ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ ഒരു കരിമ്പടം കൊണ്ട് മൂടുന്നത് പോലെ, മീൻസ് ഒരു പുതപ്പ് കൊണ്ട് നിങ്ങളെ മൂടുന്നത് പോലെ ഇരുട്ടിലാക്കി കളയുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴുള്ള ഒരു ദൈവ സാന്നിധ്യമൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ വല്ലാതെ ഇറിറ്റേറ്റഡായി എഴുന്നേൽക്കേണ്ടി വരുന്ന അവസ്ഥ, നിങ്ങൾ വ്യാപരിച്ചിരിക്കുന്ന ആ പൈശാചികമായ സ്വാധീനം അത് ഇപ്പോൾ വിട്ടുപോവുക. ആ വെളിച്ചം, ആ തേജസ് നിങ്ങളിലേക്ക് മടങ്ങി വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. സ്തോത്രം. അത് നിങ്ങളുടെ ഭവനത്തിനുള്ളിലായിരിക്കാം, പുറത്തൊക്കെ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പിയാണ്, നിങ്ങൾക്ക് പലതും എൻജോയ് ചെയ്യുവാൻ കഴിയുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷങ്ങൾക്കൊപ്പം നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഭവനത്തിനകത്തേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല. അതിനകത്ത് ആ സന്തോഷങ്ങളെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുവാൻ കഴിയുന്നില്ല. അവിടെ ഒരു പൈശാചികമായ സ്വാധീനം. അവിടെ നിങ്ങൾ സന്തോഷത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സന്തോഷത്തിനും നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരണം. അല്ലേ സഹോദരി? നിൻ്റെ ഭർത്താവിനോട് പറയുന്ന കാര്യങ്ങൾ, നിൻ്റെ മക്കളോട് പറയുന്ന കാര്യങ്ങൾ, അത് വലിയ സന്തോഷത്തിന് കാരണമായി തീരണം, നിങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരണമെന്ന് കണ്ട് നീ പറയും. പക്ഷെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്നേഹമുണ്ടാകുവാൻ വേണ്ടി, ഭർത്താവും ഒരുമിച്ച് അല്പസമയം സ്പെൻഡ് ചെയ്യുവാൻ വേണ്ടി നീ പറയുന്ന കാര്യങ്ങൾ ഭർത്താവ് നിന്നോട് മിണ്ടാതാകുന്ന വിധത്തിൽ ഒരു വലിയ ബ്ലാസ്റ്റായി, ഒരു പൊട്ടിത്തെറിയായി അതിനകത്ത് മാറുക. താങ്ക് ഗോഡ്. അങ്ങനെ കർത്താവ് കാണിക്കുന്നു, ഒരു വലിയ പൊട്ടിത്തെറിയായിട്ട്. യേശുവിൻ നാമത്തിൽ. മീൻസ് ഈ
പെട്രോൾ വീണ് കിടക്കുന്ന സ്ഥലത്ത് നമ്മളൊരു തീപ്പെട്ടി ഉരച്ചിട്ടാൽ എങ്ങനെയായിരിക്കും? അതുപോലെയാണ്. നമ്മളൊരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ചിട്ടാൽ എങ്ങനെയായിരിക്കും? പെട്ടെന്ന് കത്തിപ്പടരത്തില്ലേ? അതുപോലെ ആ വീട്ടിനകത്ത് അന്തരീക്ഷമാണ് പറഞ്ഞ് ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു പൊട്ടിത്തെറിയുടെ അനുഭവം ആ പൈശാചിക സ്വാധീനം വിട്ടുമാറുവാൻ പോകുക. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി പ്രാർത്ഥിക്ക്, സഹോദര പ്രാർത്ഥിക്ക്, മാതാവേ പിതാവേ പ്രാർത്ഥിക്കുക. ആ ഭവനത്തിൻ്റെ അന്തരീക്ഷം മാറുക, ആ പൊട്ടിത്തെറിയുടെ അന്തരീക്ഷം. യെസ്, യേശുവിൻ നാമത്തിൽ ദൈവസാന്നിധ്യത്തിലും ആ പൊട്ടിത്തെറിയുടെ അന്തരീക്ഷം മാറുക, ആ ഭവനത്തിനകത്തെ പൈശാചിക സ്വാധീനം മാറുക. ചിലരുടെ നാവുകളെ പോലും അവകാശം പറയുന്ന പൈശാചിക സ്വാധീനം, ചിലരെ നിയന്ത്രിക്കുന്ന പൈശാചിക സ്വാധീനം. ഒരിക്കൽ കൂടി പറയട്ടെ, ഇത് പുറത്തെ അവസ്ഥയിൽ അകത്ത് വരുമ്പോഴാണ് ഈ ഒരു സംഭവം. ആ പൈശാചിക സ്വാധീനം ഫോഴ്സ്ഫുള്ളി നിങ്ങളെ പറയരുതാത്തത് പറയിപ്പിക്കുന്ന, പെരുമാറേണ്ടതുപോലെ പെരുമാറുവാൻ കഴിയാതെ ആക്കുന്ന. പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ സഹോദരി, നീ നിന്റെ ഭർത്താവ് പറയുന്ന, മക്കൾ പറയുന്ന ചില കാര്യങ്ങൾക്ക് ചിരിക്കേണ്ടതാണ്, പക്ഷേ നിനക്ക് ചിരിക്കുവാൻ കഴിയുന്നില്ല, പൊട്ടിത്തെറിക്ക് കാരണം. സ്തോത്രം, ആമേൻ. എങ്ങനെ പെരുമാറണം, ചില സംസാരങ്ങളോട്, ചില കാര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിനക്ക് അറിയുവാൻ കഴിയുന്നില്ല. നിൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തും അത് തന്നെ, മക്കളുടെ ഭാഗത്തും അത് തന്നെ. ആ സ്വാധീനം ദൈവ സാന്നിധ്യത്തിന് മുൻപിൽ അത് മാറിപ്പോവുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഭവനത്തിനകത്ത് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും സകല പൈശാചിക സ്വാധീനവും യേശുവിൻ നാമത്തിൽ വിട്ടുപോ. താങ്ക് യു ലോർഡ്. മാതാവേ പിതാവേ, ഇതല്ലേ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? അവർ പഠിക്കുന്നുണ്ട്, അവർ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് ഉയരണം, അവരാഗ്രഹിക്കുന്ന ആ ലക്ഷ്യം നേടിയെടുക്കണം. ഒരുപക്ഷെ ഞാൻ സത്യസന്ധമായി പറയട്ടെ, നിങ്ങളെക്കാളുപരി നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത്, അയ്യോ ഈ പിള്ളേർക്ക് ഒരു ചിന്തയുമില്ല അവരുടെ ഭാവിയെക്കുറിച്ച്. പക്ഷെ അല്ല, മാതാവേ, നിന്നെക്കാൾ നിൻ്റെ മക്കളെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ആമേൻ, താങ്ക് ഗോഡ്. അപ്പോൾ നിങ്ങളെക്കാൾ നിങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ ഫോഴ്സ്ഫുള്ളി അവരെ ജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ഒരു പൈശാചിക മണ്ഡലം. യെസ്, യേശു. ചിലപ്പോഴൊക്കെ നിനക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലേ? സ്തോത്രം. ചിന്തിച്ചിട്ടില്ലേ ഈ പിള്ളേരെന്താ ഇങ്ങനെ? കാരണം അവർ നിൻ്റെ മക്കളാണ്. അവരെങ്ങനെ പെരുമാറണം, അവരെങ്ങനെ സംസാരിക്കണം, അത് നിൻ്റെ മക്കൾ നിനക്ക് മനസ്സിലാകുന്നതിനപ്പുറമായിട്ട് പെരുമാറാനും പ്രവർത്തിക്കുവാനും പാടില്ല. കാരണം നിൻ്റെ മക്കളാണ്. ആമേൻ, അല്ലേ? നിങ്ങൾ എന്താണോ അത് തന്നെയാണ്. അതിൻ്റെ ഒരു മിനിയേച്ചറാണ് നിങ്ങളുടെ മക്കൾ, വളരുന്ന മിനിയേച്ചർ. അപ്പോൾ അതിനപ്പുറം അവർ പ്രവർത്തിക്കുവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന, അവരെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക സ്വാധീനം, താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ മക്കളെ അവരെത്തേണ്ട സ്ഥാനത്തെത്താതെ അവരെ മറ്റ് സ്ഥാനത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന പൈശാചിക സ്വാധീനം. പല കുഞ്ഞുങ്ങളും കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് കരഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു പക്ഷേ അവിധത്തിലായിരിക്കാം നിങ്ങളുടെ കുഞ്ഞും. ആങ്ങളെ പറ്റുന്നില്ല, ആങ്ങളെ എനിക്കറിയാം, ഞാനിത് ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞ സമയം മുതൽ എൻ്റെ അമ്മയുടെ കണ്ണുനീര് എനിക്കറിയാം, എൻ്റെ പപ്പയുടെ കഷ്ടത എനിക്കറിയാം. ആങ്ങളെ, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ എന്നെക്കുറിച്ച് അവർ പറയുന്നത് പോലെ അല്ല. ആങ്ങളെ, ഞാൻ പഠിക്കുന്നുണ്ട്, എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് ആങ്ങളെ, എനിക്കതെല്ലാം ആവണം. പക്ഷെ ആങ്ങളെ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ആങ്ങളെ, എനിക്കത് വായിൽ വയ്ക്കാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വലിക്കാതിരിക്കാൻ പറ്റുന്നില്ല ആങ്ങളെ, എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല. സങ്കടം വരും ചില കുഞ്ഞുങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ. ഒന്ന്, അവർക്കതിന് പറ്റുന്നില്ല. രണ്ട്, അവരുടെ ഈ അവസ്ഥ അവരുടെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ മാതാപിതാക്കളൊക്കെ പൊട്ടിത്തെറിക്കും. നിനക്ക് ഞങ്ങളുടെ കണ്ണുനീര് കാണുവാൻ കഴിയുന്നില്ലല്ലോ, ഞങ്ങളുടെ വേദന നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുമ്പോൾ കുഞ്ഞുമക്കൾ തീയിൽ വീഴുന്ന അവസ്ഥയാ. പ്രിയരെ, ശ്രദ്ധിക്കണമേ. അവർ ചില നിർബന്ധങ്ങളാൽ ചിലത് ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുകയല്ല, അവരെ ചേർത്ത് പിടിക്കുക. അവർക്ക് ആഗ്രഹമുണ്ട് തിരിച്ചു വരുവാൻ. കാരണം അവർ നിങ്ങളുടെ മക്കളാണ്,
സോ വാക്തത്വം അവരുടെ മേലുണ്ട്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വാക്തത്വമുള്ള മക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പൈശാചിക സ്വാധീനങ്ങൾ തലമുറകളെ മദ്യത്തിനും ലഹരിയിലും പലതിനും അടിമകളാക്കുന്ന, തിരിച്ചു വരുവാൻ ആഗ്രഹിച്ചിട്ട് തിരിച്ചു വരുവാൻ കഴിയാത്ത വിധത്തിൽ അവരെ പലതിനും അടിമകളാക്കുന്ന ആ പൈശാചിക സ്വാധീനത്തെ തകർക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിനകത്ത്, യേശുവിൻ നാമത്തിൽ മാതാവേ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അവരുടെ സ്കൂളിൽ സ്തോത്രം, കോളേജിൽ അവരെ അങ്ങനെ നിർബന്ധത്താൽ വലിച്ചു കൊണ്ടുപോകുന്ന ആ പൈശാചിക സ്വാധീനത്തെ തകർക്കുവാൻ തക്കവണ്ണം ഇപ്പോൾ ആ ദൈവ സാന്നിധ്യം വെളിപ്പെടുക. ചില കൂട്ടുകെട്ടുകൾ തകരപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഓ താങ്ക് യു ലോർഡ്. പ്രാർത്ഥിക്കും മാതാവേ, പ്രാർത്ഥിക്കും പിതാവേ. ആ പൈശാചിക സ്വാധീനം കുഞ്ഞുമക്കളെ പ്രാർത്ഥിക്കുക. ആ സ്വാധീനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. ഇനി ഫോഴ്സ്ഫുള്ളായി നിങ്ങളെ തള്ളിക്കൊണ്ടു പോകുവാൻ ആ പിശാച് നിങ്ങളെ പിടിക്കത്തില്ല. വിട്ടോ. താങ്ക് യു ലോർഡ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഫോഴ്സ്ഫുള്ളായി രോഗിയാക്കി തീർക്കുന്നു. ഫോഴ്സ്ഫുള്ളായി കടത്തിലേക്ക് തള്ളിയിടുന്ന, വലിയ കടത്തിലാണ് നിൽക്കുന്നത്. ചിലർ വലിയ കടത്തിലാണ് നിൽക്കുന്നത്. അവർക്കറിയാം. അവിടെ ഒന്ന് നിന്ന് അതിനൊരു പരിഹാരം വരുത്തുവാൻ ശ്രമിക്കാതെ അവർ പിന്നെയും കടം വാങ്ങിക്കൂട്ടുക. ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവത്തില്ല? അയ്യേ ഇവർക്ക് എന്താ ബുദ്ധിയില്ലേ? ഇല്ല. അവരുടെ ബുദ്ധിയെ കെട്ടി അവരെ വലിയ കടത്തിലാക്കി അവരെ ആത്മഹത്യ ചെയ്യിപ്പിക്കുവാൻ തക്കവണ്ണം വ്യാപരിച്ചു നിൽക്കുന്ന ഒരു പൈശാചിക സ്വാധീനം. ആ സ്വാധീനത്തിൽ ചിലരായിരിക്കുന്നു. കടം അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമായി മുൻപിൽ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം? ഒരു ഭക്തൻ ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ഇവിടെ അവരുടെ മുമ്പിൽ ഒരു വലിയ തീച്ചൂള ഒരുങ്ങുകയാണ്. അവരെ അതിനകത്തിടുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഇഷ്ടം. പിശാചിൻ്റെ ഇഷ്ടം മനുഷ്യരിലൂടെ നിറവേറ്റപ്പെടുന്നു. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? അവര് പ്രാർത്ഥിക്കുകയല്ല, തീ കെട്ടുപോകട്ടെ അല്ല. അവരങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. അവർ സ്വമനസ്സാലെ ആ തീയിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. കാരണം അവർ വിശ്വസിക്കുന്നത് അവരുടെ ദൈവത്തിന് ആ പ്രശ്നത്തിൽ നിന്ന് അവരെ വിടിവിക്കുവാൻ കഴിയും. തീ കെടുത്താൻ വേണ്ടി വെള്ളം കോരി ഒഴിക്കേണ്ട. വെള്ളം കോരി ഒഴിച്ചാലും തീ കെടത്തില്ല. അവർക്കറിയാം അത് അധികം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. നോക്കൂ, ആ കടം അത് പ്രശ്നമാണ്. അത് നിന്നയായിരിക്കാം. ചിലപ്പോൾ തലകുനിയപ്പെടേണ്ട അവസ്ഥ വരാം. ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറേണ്ടി വരാം. ഇതൊക്കെ ഉണ്ടാകാം. കാരണം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഫാൾട്ട് വന്നു. ഇപ്പോഴും നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. അവനവൻ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്ക പ്രതിഫലം ഉണ്ട്. അവൻ ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് നല്ല പ്രതിഫലവും മോശം പ്രവൃത്തികൾക്ക് മോശം പ്രതിഫലവും ഉണ്ട്. അത് ദൈവനീതിയാണ്. ആ നീതിയെ നമുക്ക് പൊളിച്ചു കളയുവാൻ കഴിയത്തില്ല. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും. നോക്കൂ, വിശുദ്ധ വേദപുസ്തകത്തിൽ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുള്ള ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനം ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 3-ാമത്തെ ഉപമയിൽ നിങ്ങൾക്ക് കാണുവാനായി കഴിയും. അവിടെ മുടിയനായ പുത്രൻ അവൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോവുകയാണ്. സോ അവൻ ചിന്തിക്കുന്നത് അതൊരു തെറ്റല്ല. ലോകപ്രകാരം ചിന്തിച്ചാൽ ഇന്ന് അതൊരു തെറ്റല്ല. മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, വിറ്റുപറക്കി അവിടെ പോയി വീട് വാങ്ങുന്നു, സെറ്റിലാവുന്നു, നല്ലതല്ലേ? ഓക്കെ, ഈ മകൻ പോയി. അത് തെറ്റായിരുന്നു. തെറ്റിൻ്റെ ഫലം അവൻ അനുഭവിക്കുകയാണ്. വാള പന്നി തിന്നുന്നത് തിന്നുവാൻ അവൻ ആഗ്രഹിച്ചു, കിട്ടിയില്ല. നോക്കൂ, എത്ര മോശം സാഹചര്യം. അവൻ അങ്ങനെ ജീവിച്ചവനാണെങ്കിൽ ഓക്കെ. അവൻ അങ്ങനെ ജീവിച്ചവനല്ല. അപ്പൻ്റെ വീട്ടിൽ ദാസീദാസന്മാർ കൊണ്ടുകൊടുക്കുന്ന നല്ല ആഹാരം കഴിച്ച് ജീവിച്ചവൻ പന്നി കഴിക്കുവാൻ ആഗ്രഹിച്ചു. മീൻസ് അവൻ്റെ തെറ്റായ തീരുമാനത്തിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കുകയാണ്. അവിടെ നിന്ന് ആ ശിക്ഷ കഴിഞ്ഞാണ് അവൻ പുറത്തു വരുന്നത്. പ്രിയരെ, ഒരു വീണ്ടെടുപ്പുണ്ട്, ഒരു വിടുതലുണ്ട്. പക്ഷേ ചില തെറ്റുകൾ അറിഞ്ഞാകട്ടെ അറിയാതെ ആകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതിനൊരു ശിക്ഷയുണ്ട്. ആ ശിക്ഷയ്ക്കായി നമ്മൾ നിന്നു കൊടുക്കുക. സ്തോത്രം. അത് ഒന്നിൻ്റെ നാശത്തിനല്ല, തകർച്ചയ്ക്കല്ല, അത് വിടുതലിനാണ്. ആ ശിക്ഷ സഹിക്കുവാൻ നോക്കൂ. ശദ്രക്, മേശക്, അബേദ്നെഗോ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. അവിടെ അവരെന്ത് തെറ്റാണ് ചെയ്തത്? അപ്പോൾ ഒരു ഭക്തരെന്ന നിലയിൽ, വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ തെറ്റൊന്നും ചെയ്തില്ല. അവർ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് ചെയ്തത്. പക്ഷേ മാനുഷികമായി ചിന്തിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ കടമെടുത്ത് ചിന്തിക്കുമ്പോൾ
കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഈ ഭൂമിയിലെ നിയമങ്ങളെ നമ്മൾ പാലിക്കേണ്ടതാണ്. നമ്മുടെ ഭരണകൂടം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന നിയമങ്ങളെ പാലിക്കേണ്ട ഉത്തരവാദിത്വം, കടമ നമുക്കുണ്ട്. നമ്മെ ഭരിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരെ അനുസരിക്കേണ്ടയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടയും ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാരണം വചനം പറയുന്നു, രാജാക്കന്മാരെ തിരഞ്ഞെടുത്ത് നിയമിക്കുന്നത് ദൈവമാണ്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ മുഖ്യമന്ത്രിയോ ആരുമായിക്കൊള്ളട്ടെ, അവർ ഏത് നിലവാരത്തിലുള്ളവരാണോ, അവരുടെ ചിന്താഗതി എങ്ങനെയാണോ, അവരുടെ ആശയങ്ങൾ എങ്ങനെയാണോ, അതൊന്നും അല്ല നമ്മൾ ചിന്തിക്കുവാനുള്ളത്. അവരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവരെ ദൈവം തിരഞ്ഞെടുത്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ ദൈവം സർവശക്തനാണെന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അയ്യോ, ദൈവത്തിന് ഇവരുടെ കാര്യത്തിൽ ഒരു കൺട്രോളും ഇല്ലേ? അല്ല, കൺട്രോളുണ്ട്. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. അതിന് പിന്നിൽ ദൈവിക ഉദ്ദേശങ്ങൾ കാണും. കോരശിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് കോരശിൻ്റെ നാട്ടിലുള്ള ജനമെല്ലാം നഷ്ടപ്പെട്ടു പോയോ, നശിച്ചു പോയോ? ഇല്ല. കോരശിൻ്റെ കാലത്ത് തന്നെ അവർ ആലയം പണിതു. അപ്പോൾ കർത്താവിന് കഴിയും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ. നമ്മൾ ഭയപ്പാടോടെ നോക്കുന്നവരിലൂടെ നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ കർത്താവിന് കഴിയും. അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, അവിടെ ഈ ഭക്തന്മാർ ഒരു നിയമത്തെ ബ്രേക്ക് ചെയ്യുകയാണ്, ഒരു നിയമത്തെ ലംഘിക്കുകയാണ്. അവരുടെ വിശ്വാസത്തെ മുൻനിർത്തിയായിരിക്കാം. പക്ഷേ നിയമം ലംഘിക്കപ്പെടുമ്പോൾ ശിക്ഷയുണ്ട്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് കാര്യത്തെ തുടർന്നായാലും നിയമം ലംഘിക്കപ്പെടുമ്പോൾ ശിക്ഷയുണ്ട്. കൊറോണ സമയത്ത് നമുക്കറിയാം, കൊറോണ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് ഒരു നിയമം വന്നു. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് ഞായറാഴ്ച പള്ളിയിൽ പോകണം, ആരാധിക്കണം. അത് അവൻ്റെ ഒരു എന്താ പറയുക, ദൈവമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഒരു ഞായറാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഒരാഴ്ച മുഴുവൻ എനിക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കും, മഹത്വപ്പെടുത്തും. ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഈ കമ്മിറ്റ്മെൻറ്റ് അത് നല്ലതാണ്, വേണം, അങ്ങനെ ആരാധിക്കണം. പക്ഷേ ഈ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് ആ നിയമത്തെ, കൊറോണ കാലത്തെ നിയമത്തെ ബ്രേക്ക് ചെയ്യുവാൻ ശ്രമിച്ചിട്ടുള്ളവർക്കൊക്കെ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് പെറ്റി കിട്ടി, ചിലർ റോഡും കടയിൽ നിന്ന് പോലീസുകാരുടെ പരുഷ വാക്കുകൾ കേൾക്കേണ്ടി വന്നു. ഞാനും ആ വിധത്തിൽ പെടും കേട്ടോ, നല്ലതുപോലെ കേട്ടിട്ടുണ്ട്. എത്ര ദിവസം ഉപവസിച്ചാലാണ് അത് അകത്തുനിന്നിറങ്ങി പോവുക എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ട്. കുറ്റം പറയണ്ട, അത് നിയമത്തെ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ രാജധാനിയിലൊരു നിയമമുണ്ടായി. ആ നിയമവും ദൈവത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റും തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്ന് ഭക്തന്മാർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ നിയമത്തെ ബ്രേക്ക് ചെയ്യുവാൻ തീരുമാനിച്ചു. നിയമത്തെ ബ്രേക്ക് ചെയ്യുവാൻ തീരുമാനിച്ചതുകൊണ്ടാണ് ശദ്രകും മേശകും അബേദ്നെഗോവും തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ലായിരുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അവരറിഞ്ഞോ അറിയാതെ, വിശ്വാസി എന്ന നിലയിലല്ല, മനുഷ്യരെന്ന നിലയിൽ, ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെന്ന നിലയിൽ അവർ തെറ്റ് ചെയ്തു. ആ തെറ്റിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ അവർ സ്വമേധയാ തയ്യാറായി. ഇതാണ് വിടുതലിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു പോയാൽ ആ തെറ്റിൻ്റെ ശിക്ഷ ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറാവുക. നമ്മൾ അതിൽ നിന്ന് അതീതരല്ല, ശിക്ഷയിൽ നിന്ന് അതീതരല്ല. കാരണം നമ്മുടെ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. ശിക്ഷിക്കണം. ആ നീതിയാണ് നമ്മുടെ പ്രത്യാശ. ഒരുവൻ അന്യായമായി നമ്മെ ഉപദ്രവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നീതി പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കുവാൻ കഴിയുന്നത് ദൈവം നീതിയുള്ള ന്യായാധിപതിയായതുകൊണ്ടാണ്. ചിലർ ഇപ്പോൾ എന്നെ കേൾക്കുന്ന ചിലരുടെ ഉള്ളിലൊരു ആന്തല, കർത്താവേ അവരെന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടല്ലോ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും. സ്തോത്രം. അനീതി പ്രവർത്തിക്കുന്നുവല്ലോ. സ്തോത്രം. നീതിയുള്ള ന്യായാധിപതി ഇടപെടുവാൻ പോവുകയാണ്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അന്യായമായി നിന്നിൽ നിന്ന് കവർന്നെടുത്ത് നിനക്കത് തരത്തില്ല എന്ന് അവകാശം പറയുന്ന ചില വ്യക്തികളോട് കർത്താവ് ഇടപെടുവാൻ പോവുകയാണ്. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അന്യായം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചിലരോട് നീതിയുള്ള ന്യായാധിപതി, സഹോദര സഹോദരി, അവിടെ നീ അന്യായമായി ഉപദ്രവിക്കപ്പെടുന്നു, അന്യായമായി പലതും കവർന്നെടുക്കപ്പെടുന്നു, അന്യായമായി സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ആ അന്യായമായി നീ അനുഭവിക്കുന്ന ആ അവസ്ഥകളിൽ നീതി വെളിപ്പെടുക, ന്യായം പാലിച്ചു കിട്ടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവിടെ അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം നീ തകർക്കപ്പെട്ടു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. നീതി വെളിപ്പെടുക. സ്തോത്രം. നിന്നെ പറ്റിച്ചവരുടെ, അറിഞ്ഞും അറിയാതെ നിന്നെ പറ്റിച്ചവരുടെ മധ്യത്തിൽ സ്തോത്രം നിനക്ക് നീതി വെളിപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഓ സ്തോത്രം. മാധവൻ, നിൻ്റെ മകന് ആ രാജ്യത്ത് നീതി വെളിപ്പെടുക.
നിന്റെ മകൾക്ക് ആ കുടുംബത്തിനകത്ത് നീതി വെളിപ്പെടുക. സഹോദരി, ആ കുടുംബത്തിനകത്ത് നിനക്ക് നീതി, യേശുവിൻ നാമത്തിൽ സ്തോത്രം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ നീതി, അനീതി ചെയ്യുന്ന ചില വ്യക്തികളുടെ മധ്യത്തിൽ, അനീതി പറയുന്ന ചില സ്തോത്രം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആ ശിക്ഷയിൽ ഇറങ്ങി നിൽക്കുവാൻ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തയ്യാറായി. അപ്പോഴാണ് നാലാമനായി ദൈവം ഇറങ്ങി വന്നത്. പേടിച്ചോടരുതേ, അതിനകത്ത് ഇറങ്ങി നിൽക്ക്. വീണ്ടും വീണ്ടും കടം വാങ്ങി വലിയ കടത്തിലാകാതെ, നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയാത്ത കടത്തിലാകാതെ, ആ കടം സാവകാശം കിട്ടുവാൻ ചിലപ്പോൾ നിന്ദിക്കപ്പെടാം, തലകുനിക്കപ്പെടേണ്ടി വരാം, ചിലപ്പോൾ സ്റ്റേഷനിൽ പോയി എഴുതി വെക്കേണ്ടി വരാം. നിങ്ങൾ സ്റ്റേഷനിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല. നിങ്ങളുടെ മക്കളെ ഒരുപക്ഷെ നിങ്ങൾ പഠിപ്പിക്കുന്നത് അവരൊരു പോലീസ് ആകട്ടെ എന്ന് പറഞ്ഞായിരിക്കും. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് മോശം കാര്യമല്ല. അവിടെ കയറി നമുക്കൊരു സാവകാശത്തിന് വേണ്ടി എഴുതി വെച്ചു എന്ന് പറഞ്ഞൊന്നും സംഭവിക്കത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തലകുനിച്ചു എന്ന് പറഞ്ഞ് ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല. എൻ്റെയും നിൻ്റെയും രക്ഷയ്ക്ക് കാരണമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തു എനിക്കും നിനക്കും രക്ഷ ഒരുക്കുവാൻ വേണ്ടി നടന്ന വഴിയിൽ അവൻ്റെ താടിരോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടു. അവൻ്റെ മുഖം തുപ്പൽ കൊണ്ട് നിറഞ്ഞു. പടയാളികൾ കാർക്കിച്ചു തുപ്പിയ തുപ്പൽ കൊണ്ട് നിറഞ്ഞു. അവൻ്റെ കന്നം പടയാളികളുടെ ഇടി കൊണ്ട് വീങ്ങി. അത്രമാത്രം നിന്ദിക്കപ്പെട്ട ഒരുവൻ്റെ നാമത്തിലൂടെ രക്ഷ പ്രതീക്ഷിക്കുന്ന ഞാനോ നിങ്ങളോ അല്പം നിന്ദിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ആർത്തി ചിരിച്ചു. ശദ്രക്കിനെ മേശക്കിനെ അബേദ്നെഗോവിനെ കൈയും കാലും ഒക്കെ കെട്ടി മല്ലന്മാരെടുത്തോണ്ട് പ്രാർത്ഥിക്കുന്നവന്തോ പോണ് നാണക്കേട്, അയ്യയ്യേ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കി കാണും, പരിഹസിച്ച് കാണും. പക്ഷേ തീർന്നില്ല. ദൈവം നാലാമനായി ഇറങ്ങി നിന്നു. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ദൈവം ഇറങ്ങി നിൽക്കുക. നീ നിന്ദിക്കപ്പെടുന്നിടത്ത് തലകുനിക്കുന്ന സ്ഥാനത്ത് നിന്നെ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ പുറത്തു വരിക. അപ്പോൾ ആ പ്രശ്നത്തിനകത്ത് നിൽക്കുവാൻ തയ്യാറാകുക. ഓടി രക്ഷപ്പെടരുത്, രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അവിടെ നിൽക്ക്. നിന്നെ അതിൽ നിന്ന് കർത്താവിന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ സാന്നിധ്യം, തീക്കകത്തിറങ്ങി നിന്ന ആ ദൈവ സാന്നിധ്യം അത് ചലിച്ചു തുടങ്ങിയ ആമേൻ. ആ ദൈവ സാന്നിധ്യം സ്തോത്രം പ്രതീക്ഷിച്ചായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങിയ ഫോഴ്സ്ഫുള്ളായി നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന, അവരെ കെട്ടിബന്ധിച്ച് മല്ലന്മാർ ചുമന്നു കൊണ്ടുപോവുക. സ്തോത്രം. നിങ്ങൾ ആഗ്രഹിക്കാത്ത സ്ഥാനങ്ങളിലേക്ക് ചില വ്യക്തികൾ അവരുടെ നിർബന്ധ ബുദ്ധി കൊണ്ട്, അവരുടെ വൈരാഗ്യം കൊണ്ട് തള്ളിക്കൊണ്ടു പോവുക. താങ്ക് ഗോഡ്. അതിനവർ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മന്ത്രവാദമായിരിക്കാം, ക്ഷുദ്രപ്രയോഗങ്ങളായിരിക്കാം, ആഭിചാരങ്ങളായിരിക്കാം. അതേ അവിധത്തിൽ ഫോഴ്സ്ഫുള്ളായി നിങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്നവർ, ശത്രുഘ്നും മേശകിനെയും അബേദ്നെഗോവിനെയും കെട്ടിബന്ധിച്ച ആ കയറുകളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അതിന് ആഭിചാരമെന്നായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ പേർ ക്ഷുദ്രപ്രയോഗമെന്നായിരിക്കാം, എതിർ പ്രാർത്ഥന എന്നായിരിക്കാം, അന്യാരാധന ബന്ധനങ്ങളെന്നായിരിക്കാം. എவ்விധത്തിൽ ബന്ധിച്ചു പോയാലും വലിയ ദൈവ സാന്നിധ്യം ആ തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങുക. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവ സാന്നിധ്യം തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങുന്നു. നോക്ക്, 3-ാം അധ്യായം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 25-ാമത്തെ വാക്യത്തിൽ ആ ദൈവ സാന്നിധ്യത്തെ പുറത്ത് നിൽക്കുന്നവർ കാണുകയാണ്. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നതും ഞാൻ കാണുന്നു. 3 പേരാണ് അകത്തോട്ട് പോയത്. പക്ഷെ 4-മനായി ദൈവം, മീൻസ് ദൈവ സാന്നിധ്യം ആ തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ അവരെ കെട്ടിബന്ധിച്ചു ഫോഴ്സ്ഫുള്ളായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരുടെ അവസ്ഥ എന്താണ്? 22-ാമത്തെ വാക്യമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം. ചൂള അത്യന്തം ചൂടായിരിക്കൊണ്ടും ശദ്രക്കിനെയും മേശകിനെയും അബേദ്നെഗോവിനെയും എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഫോഴ്സ്ഫുള്ളായി ശ്രദ്ധിക്കുക, ഫോഴ്സ്ഫുള്ളായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാത്ത വിധത്തിൽ നിങ്ങളെ തള്ളിക്കൊണ്ടുപോകുന്ന, നിങ്ങളെ ലീഡ് ചെയ്യുന്ന ആ പൈശാചികമായ സ്വാധീനം എവിടെ? ദൈവ സാന്നിധ്യത്തിനകത്ത്. യേശുവിൻ നാമത്തിൽ ദൈവ സാന്നിധ്യത്തിനകത്ത് അത് ദഹിച്ചു പോയി. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവ സാന്നിധ്യത്തിനകത്ത് നിങ്ങളെ നിർബന്ധമായി കൊണ്ടുപോകുന്ന ചിലത് ദഹിച്ചു പോവുക. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ, തൊഴിലിടത്തിൽ നിങ്ങൾക്ക് വിരോധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക സ്വാധീനങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടവരുത്താത്ത വിധത്തിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മ പ്രാപിക്കുവാൻ
കൊണ്ടുപോകുവാനോ ആ നന്മ കൊണ്ട് അനുഗ്രഹമായ ജീവിതം ജീവിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാനോ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ പൈശാചിക സ്വാധീനങ്ങളെ യേശുവിൻ നാമത്തിൽ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ പൈശാചിക സ്വാധീനം തകർക്കപ്പെടുക. താങ്ക് ഗോഡ്. എപ്പോഴും കലഹവും ഉണ്ടാക്കി ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ സഹോദര നിന്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്ന, സഹോദരി നിന്റെ ഭർത്താവിനെ നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്ന ആ പൈശാചിക സ്വാധീനം താങ്ക് ഗോഡ് അவ்விധത്തിൽ കൊണ്ടുപോകുന്ന ചില വ്യക്തികൾ നിനക്കവരെ അറിയാം. തീയിൽ ദഹിച്ചു പോകുക. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ മാതാവേ പിതാവേ മക്കളെ ഔവിധത്തിൽ കൊണ്ടുപോകുന്ന, നിന്റെ ആത്മീയ ജീവിതത്തെ ഔവിധത്തിൽ ബന്ധിച്ചു കൊണ്ടുപോകുന്ന ചിലർ, ആ പൈശാചിക സ്വാധീനം, ചില വ്യക്തികളിലൂടെ വെളിപ്പെടുന്ന പൈശാചിക സ്വാധീനം അത് ദൈവസാന്നിധ്യത്തിൽ വെന്തു പോകുന്നു. ഒന്ന്, ആ പൈശാചിക സ്വാധീനം ദൈവസാന്നിധ്യത്തിൽ തകർക്കപ്പെട്ടു. ശ്രദ്ധിക്കുമല്ലോ, അവർ മാറി നിന്നപ്പോഴല്ല, ആ തീച്ചുളയിലേക്ക് ഇറങ്ങുവാൻ തയ്യാറായപ്പോൾ. നിന്നെ ഭയപ്പെടുത്തുന്ന പ്രശ്നം എവിടെയാണോ അവിടെയാണ് ദൈവസാന്നിധ്യം, അവിടെയാണ് ഏറ്റവും കൂടിയ അളവിൽ ദൈവസാന്നിധ്യം നീ അനുഭവിക്കുന്നത്. അവിടെ ഫോഴ്സ്ഫുള്ളായി നിന്നെ കൊണ്ടുപോകുന്ന പൈശാചിക സ്വാധീനം തകർക്കപ്പെടും. 2, അവരെ കെട്ടിയിരുന്ന കെട്ടുകൾ. വചനം പറയുന്നു 25-ാമത്തെ വാക്യം, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്ന, കെട്ടഴിഞ്ഞു. ശദ്രക് മേശക് അബേദ്നെഗോ ഇവരുടെ കെട്ടഴിഞ്ഞു. മീൻസ് ആ മന്ത്രവാദവും ആഭിചാരവും ആ ക്ഷുദ്ര പ്രയോഗങ്ങളും മുഖാന്തരം അവർ ബന്ധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്ന ആ ബന്ധനം ആ ദൈവസാന്നിധ്യത്തിൽ അഴിഞ്ഞു. യേശുവിൻ നാമത്തിൽ ആ ദൈവസാന്നിധ്യം അതെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ചലിക്കുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ ദൈവസാന്നിധ്യത്തിൽ നിങ്ങളെ ബന്ധിക്കുന്ന പൈശാചിക സ്വാധീനം തകർക്കപ്പെടുക. സ്തോത്രം. നിങ്ങളെ കെട്ടി ഒതുക്കിയിരിക്കുന്ന ആഭിചാര മന്ത്രവാദ ക്ഷുദ്ര പ്രയോഗങ്ങൾ, എതിർ പ്രാർത്ഥനകൾ, അന്യാരാധന ബന്ധനങ്ങൾ തകർക്കപ്പെടുക. പ്രാർത്ഥിക്കുക. താങ്ക് യേശുവിൻ നാമത്തിൽ. താങ്ക് യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് തൊഴിലിടത്തിൽ നന്മകൾ അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, പുതിയ ജോലികൾ ലഭിക്കാതിരിക്കും വിധത്തിൽ, പുതിയ കോൺട്രാക്റ്റുകൾ ഉണ്ടാകാതിരിക്കും വിധത്തിൽ യേശുവിൻ നാമത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചിക സ്വാധീനം തകർക്കപ്പെടുക. നിന്റെ ജോലിയില്ലാത്തവനായി ഭവനത്തിനകത്ത് ഒതുക്കുന്ന പൈശാചിക സ്വാധീനം തകർക്കപ്പെട്ട് നീ പുറത്തു വരിക, ജോലി ലഭിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് എല്ലാ തടസ്സങ്ങളും മാറട്ടെ. തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും നീ പുറത്തു വരത്തില്ല എന്ന്, നീ പഠിച്ചതിനൊത്തവണ്ണം പ്രാപിക്കത്തില്ല എന്ന്, നീ വെറുതെ ഇരുന്ന് നിന്റെ ജീവിതം നശിക്കുമെന്ന് പറഞ്ഞ് വാദിച്ചു വെല്ലുവിളിക്കുന്ന ആ പോരുകൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ട് നിനക്ക് വിരോധമായി പദ്ധതികൾ ഒരുക്കുന്ന മാതാവേ പിതാവേ നിന്റെ മക്കളെ അவ்விധത്തിൽ ഒതുക്കിക്കളഞ്ഞ ശത്രുവിനെ കണ്ട് ഭയപ്പെട്ട് നീ ആയിരിക്കുന്ന തലമുറകൾ പുറത്തു വരിക. യേശുവിൻ നാമത്തിൽ. സഹോദരി നിന്റെ ഭർത്താവ് പുറത്തു വരിക, നീ പുറത്തു വരിക. ഒത്തിരി പഠിച്ചിട്ടും ഒന്നും ആകുവാൻ കഴിയാതെ ആ പൈശാചിക സ്വാധീനം നിന്നെ ഒതുക്കിക്കളഞ്ഞ് ആ പഠിച്ചത് പ്രയോജനമില്ലാതെ ആയിത്തീരുമെന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന ആ പൈശാചിക സ്വാധീനം ദൈവ സാന്നിധ്യത്തിൽ തകർക്കപ്പെടുക. ആ ദൈവ സാന്നിധ്യം ഇറങ്ങുക. തിരിച്ചറിയുന്നവർ പ്രാർത്ഥിക്കും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നിങ്ങളെ രോഗികളാക്കി മാറ്റുന്ന ആ പൈശാചികമായ സ്വാധീനം ദൈവ സാന്നിധ്യത്തിൽ അത് തകർക്കപ്പെടുക. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകുക. പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഉറക്കമില്ലായ്മയിട്ട് സ്വസ്ഥതയും സമാധാനത്തെയും കവർന്ന് വെല്ലുവിളിക്കുന്ന ആ പൈശാചിക സ്വാധീനം. താങ്ക് ലോർഡ്. തലമുറയുടെ മേൽ അവകാശം പറയുന്ന പൈശാചിക സ്വാധീനം അവരുടെ ലക്ഷ്യത്തിലേക്ക്, അവരുടെ സ്വപ്നത്തിലേക്ക് അവരെ എത്തുവാൻ കഴിയാത്ത വിധത്തിൽ പല നിലകളിൽ അവരെ ബാധിച്ചിരിക്കുന്ന പൈശാചിക സ്വാധീനം അഴിഞ്ഞു മാറുകയാണ്. മദ്യമെന്ന പൈശാചിക സ്വാധീനം, ലഹരികളെന്ന പൈശാചിക സ്വാധീനം വിട്ടുപോ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിച്ചാട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകുക. താങ്ക് ലോർഡ്. ആ പൈശാചിക സ്വാധീനം അഴിയുക. മന്ത്രവാദങ്ങൾ, വിളിശാപങ്ങൾ, നേർച്ച കാഴ്ചകൾ, വെടക്ക് കണ്ണുകൾ, കടക്കാരനാക്കി കുടുക്കി കളയുന്ന ആ ബന്ധനം യേശുവിൻ നാമത്തിൽ വിട്ടുപോ. ആ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ചിലർ പുറത്തു വരിക. വസ്തുക്കൾ വാങ്ങുക. ആമേൻ. ഭവനം വെച്ച് അതിനകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ ആ സ്വാധീനം വിട്ടുമാറുക. പുതിയ ഭവനങ്ങൾ പണിയപ്പെടുക. വസ്തുക്കൾ വാങ്ങുക. തടസ്സം മാറുക. എല്ലാ അവകാശവാദങ്ങളും മാറട്ടെ. വിൽപ്പനകൾ നടക്കുക. വാഹനങ്ങൾ വാങ്ങുക. ആത്മീയ ഭൗതിക ജീവിതം പണിയപ്പെടുക. യേശുവിൻ നാമത്തിൽ. പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ചിലർ പുറത്തുനിന്ന് വിവാഹം നടക്കുക. ഉദരഫലങ്ങൾ ജനിക്കുക. വിദേശ യാത്രകൾക്ക് ആ തടസ്സം മാറുക. വിശാലത വെളിപ്പെടുക. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. വിശാലത വെളിപ്പെടട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ. എല്ലാ പൈശാചിക സ്വാധീനങ്ങളും എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഉദരത്തെ കെട്ടിബന്ധിക്കുന്ന കെട്ട് പൊട്ടിപ്പോ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ബന്ധനങ്ങൾ അഴിഞ്ഞ് ഇവർ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഇവരുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ.
ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെടുന്നുവെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെപ്പോലെ പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയുമായി ചേർത്ത് നിർത്തുക. ഞങ്ങളുടെ കോൺടാക്റ്റുകൾ കൈമാറുക. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞായറാഴ്ച സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകുന്നില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് അവൈലബിൾ ആണ്. കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. വേറെ ഒരു ആലയത്തിൽ ആരാധനയ്ക്ക് കടന്നു പോകാത്തവരാണെങ്കിൽ മാത്രം. അതുപോലെ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്നില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ആ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാ മാസങ്ങളുടെ അവസാന ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ആ പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചു ദൈവം തന്ന കാഴ്ചപ്പാടിനൊത്തവണ്ണമായിരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ ഒരു ദൈവിക കാഴ്ചപ്പാട് ഒരു മിഷണറി പ്രവർത്തനമുണ്ട്. അതിനൊപ്പം അതിൻ്റെ ഭാഗഭാക്കുകളായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ പകലിന് ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.